ഹായ് കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 5ാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ ഡെയ്സി ചെടി എന്ന പാഠഭാഗത്തെ പ്രവർത്തനങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ പ്രവർത്തനം കഥയോടൊപ്പം. കഥ ഒന്നോ രണ്ടോ തവണ മൗനമായി വായിക്കൂ. പല ഭാഗങ്ങളായി വായിച്ച് അവതരിപ്പിക്കൂ. അടുത്ത പ്രവർത്തനം വരികൾക്കിടയിൽ. ഒരു പുൽനാമ്പ് എനിക്കിപ്പോൾ വൻമരമാണ്, നിന്റെ ഓരോ ഇതളും എനിക്കൊരു പൂവാണ്. ആരാണിങ്ങനെ പറഞ്ഞത്? ഏത് സന്ദർഭത്തിൽ? ഈ വാക്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായത് എന്തെല്ലാം? എഴുതി നോക്കൂ. ഇത്തരം വാക്യങ്ങൾ ഈ പാഠത്തിൽ ഇനിയുമുണ്ട്. കണ്ടെത്തി അവയെക്കുറിച്ചും എഴുതൂ. അപ്പം നമുക്ക് ഈ പ്രവർത്തനം ഒന്ന് ചെയ്തു നോക്കാം. കൂട്ടിൽ കിടക്കുന്ന വാനമ്പാടിയാണ് ഇങ്ങനെ പറഞ്ഞത്. പ്രകൃതിയെ സ്നേഹിച്ചും സ്വാതന്ത്ര്യം ആസ്വദിച്ചും മനോഹരമായ പാട്ട് പാടിയും വാനമ്പാടിയെ 2 കുട്ടികൾ ചേർന്ന് കൂട്ടിലടയ്ക്കുന്നു. ദുഃഖവും ദാഹവും സഹിക്കവയ്യാതെ വാനമ്പാടിയുടെ പാട്ട് വിലാപഗാനമായി മാറുന്നു. പക്ഷിക്ക് കഴിക്കാനായി കുട്ടികൾ ഡെയ്സി ചെടിയെ പറിച്ചു കൂട്ടിൽ വെച്ചുകൊടുക്കുന്നു. കാടും ലോകവും നഷ്ടപ്പെട്ട വാനമ്പാടിക്ക് പിന്നീട് കൂട്ടായുള്ളത് ആ കൂട്ടിലെ ഡെയ്സി ചെടിയാണ്. തൻ്റെ ലോകം അതിൽ മാത്രമായി മാറിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ വാനമ്പാടി, ഒരു പുൽനാമ്പ് എനിക്കിപ്പോൾ വൻമരമാണ്, നിന്റെ ഓരോ ഇതളും എനിക്കൊരു പൂവാണ് എന്ന് ഡെയ്സി ചെടിയോട് പറയുന്നു. സ്വാതന്ത്ര്യവും സ്വപ്നവും നഷ്ടപ്പെട്ട ഒരാൾ സ്വയം ആശ്വാസം കണ്ടെത്തുന്ന വാക്കുകളായി ഇത് മാറുന്നു. അടുത്ത പ്രവർത്തനം പ്രകൃതി പാഠങ്ങൾ. മണ്ണിന്റെ കിനാവുകൾ എന്ന കവിതയിലൂടെ നമ്മൾ പരിചയപ്പെട്ടത് പ്രകൃതിയുടെ സൗന്ദര്യമാണ്. കാട്ടിലെ മഴ എന്ന അനുഭവക്കുറിപ്പിലൂടെ മഴയുടെ സൗന്ദര്യവും, ഡെയ്സി ചെടി എന്ന പാഠഭാഗത്തിൽ പരസ്പര സ്നേഹത്തിന്റെ മനോഹരമായ ആവിഷ്കാരവും കാണാം. ഈ 3 പാഠങ്ങളെ അടിസ്ഥാനമാക്കി പ്രകൃതി പാഠങ്ങൾ എന്ന ഒരു ലഘു ഉപന്യാസം തയ്യാറാക്കൂ. പ്രകൃതി പാഠങ്ങൾ. പ്രകൃതി പല പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ചിലപ്പോഴൊക്കെ പ്രകൃതി സ്നേഹത്തിന്റെ ആഴവും നമ്മെ പഠിപ്പിക്കുന്നു. പ്രകൃതിയുടെ വ്യത്യസ്ത മുഖങ്ങൾ കാണിച്ചു തന്ന പാഠങ്ങളായിരുന്നു മണ്ണിന്റെ കിനാവുകൾ, കാട്ടിലെ മഴ, ഡെയ്സി ചെടി എന്നിവ. മണ്ണിന്റെ കിനാവുകൾ എന്ന കവിതയിൽ പ്രകൃതിയിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിൽ ഒന്നായ പൂക്കളെക്കുറിച്ചാണ് ഈ കവിതയിൽ മുഴുവൻ പറയുന്നത്. മൂക്കുറ്റിപ്പൂവും പനിനീർ ചെടിയും ജമന്തിപ്പൂവും മുല്ലപ്പൂവും കൃഷ്ണകിരീടവും തുമ്പയും വാടാമല്ലിയും ഒക്കെ ഈ കവിതയിൽ നമുക്ക് കാണാൻ പറ്റും. ഏത് വേനലിലും വാടാത്തവരും ഏതിരുട്ടിലും പുഞ്ചിരിക്കുന്നവരുമാണ് ഈ പൂക്കൾ എല്ലാം തന്നെ എന്നാണ് ഈ കവിതയിൽ കവി പറയുന്നത്. വേനൽ മഴയെക്കുറിച്ചാണ് ഈ സോമനാഥിന്റെ കാട്ടിലെ മഴ. കാട്ടിൽ പെയ്യുന്ന ആദ്യ മഴയുടെ ഭംഗിയെയും കാടിന് വരുന്ന പുത്തൻ ഉണർവിനെയും അതിമനോഹരമായി ഈ പാഠഭാഗത്തിൽ നമുക്ക് കാണാം. ഒരു കിളിയും പൂവും തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ കഥയാണ് എ. വിജയന്റെ ഡെയ്സി ചെടി. ഡെയ്സി ചെടിയും കൂട്ടിലടക്കപ്പെട്ട വാനമ്പാടിയുമാണ് ഇതിലെ കഥാപാത്രങ്ങൾ. 3 പാഠങ്ങളും പ്രകൃതിയുടെ വ്യത്യസ്ത മുഖങ്ങളാണ് നമുക്ക് കാണിച്ചു തരുന്നത്. നമ്മുടെ പ്രകൃതി ഏറെ സൗന്ദര്യം നിറഞ്ഞവളാണ്. ആ സുന്ദരമായ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. പ്രകൃതിയിലുള്ള പൂക്കളാവട്ടെ, മരങ്ങളാവട്ടെ, പുഴകളാകട്ടെ, കിളികളാകട്ടെ, എല്ലാറ്റിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നിനെയും നാം നശിപ്പിക്കരുത്. നമ്മെപ്പോലെ തന്നെ പ്രകൃതിയിലെ ഓരോന്നിനെയും അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യവും നാം ഇല്ലാതാക്കരുത്. പ്രകൃതി നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം ഇതാണ്. അടുത്തത് പദപരിചയം. അതിരുദ്രം വളരെ വേഗത്തിൽ അനുഗ്രഹീത അനുഗ്രഹം ലഭിച്ചവൾ. അഭിമുഖം മുഖത്തിനു നേരെ. അറുത്തെടുക്കുക മുറിച്ചെടുക്കുക. അഹന്ത അഹങ്കാരം. ആർഭാടം ആഡംബരം. ഇലച്ചാർത്തുകൾ ഇലക്കൂട്ടങ്ങൾ. ഒളിയിടം ഒളിച്ചിരിക്കാനുള്ള സ്ഥലം. ഓമൽക്കിനാവ് കൗതുകമുള്ള സ്വപ്നം. കന്നിമഴ ആദ്യത്തെ മഴ. കലപിലാരവം കലപില ശബ്ദം. കുരുത്ത ഉണ്ടായ അല്ലെങ്കിൽ മുളച്ചു വന്ന. ചാർത്തുക അലങ്കരിക്കുക അല്ലെങ്കിൽ അണിയുക. ചെന്താരുകൾ ചുവന്ന പൂക്കൾ. ചെത്തി വിതറി പരത്തി. തൂമ ഭംഗി വെളുപ്പ്. നീർക്കണം വെള്ളത്തുള്ളി. നുകർന്ന ആസ്വദിച്ച. നെടുവീർപ്പ് നീണ്ട ശ്വാസം വിടൽ. പകിട്ട് മൂടി തിളക്കം. പരിഭവം സങ്കടവും പ്രതിഷേധവും ചേർന്ന വികാരം. പാതയോരം വഴിയരിക്.
പുൽനാമ്പ് പുല്ലിന്റെ മുള പ്രതിധ്വനി മാറ്റൊലി പ്രതിരോധിച്ചു തടഞ്ഞു ബഹുമതി ബഹുമാനം ആദരവ് മഴയിരമ്പം മഴയുടെ ശബ്ദം വാർദ്ധവം മിനുസം മിഴി കണ്ണ് നേത്രം നയനം മേട് ഉയർന്ന് നിരപ്പായ സ്ഥലം രാജമുദ്ര രാജാവിന്റെ മുദ്ര. ലാളിക്കുക ഓമനിക്കുക വാനമ്പാടി മധുരമായി പാടുന്ന ഒരു പക്ഷി വിലാപം കരച്ചിൽ സ്വാന്തനം ആശ്വസിപ്പിക്കൽ. അപ്പോൾ ഈ പാഠഭാഗത്തെ പ്രവർത്തനങ്ങളെല്ലാം നമ്മിന്ന് ചെയ്തു നോക്കി. അപ്പോൾ അന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോക്ക് ലൈക്കും തരണേ കൂട്ടുകാരെ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.